गुड नाइट को दिखने मस्त मस्त ये गुड नाइट को दिखने मस्त ला 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 ला. അണ്ണ ജ്യേഷ്ഠൻ തമ്പുരാന് വേറെ കല്യാണം ഉറപ്പിച്ചു. നമ്മുടെ വാസ്തവൻ ചേട്ടൻ പറഞ്ഞതാ, അപ്പൊ വാസ്തവമായിരിക്കണം. ഇതാ ഇഡ്ഡലിയും കടലയും സമ്മന്തി സാമ്പാറും ഉണ്ട്. എവിടുന്ന? ഗജമുഖ വിലാസ ഹോട്ടലിൽ നിന്ന്. അതല്ല, കല്യാണം. ഓ കല്യാണോ? ആ കണ്ണു ഡോക്ടർ, ഡോക്ടർ ജയശ്രീയോ? പേര് ഞാൻ ചോദിച്ചില്ല, പോയി ചോദിച്ചിട്ട്. പാർവതി തമ്പുരാട്ടി വലിയ വാശിയായിട്ട് എടുത്തിരിക്കുക. അതേ ദിവസം അതേ പന്തലിൽ വെച്ച് അതേ മുഹൂർത്തത്തിൽ തന്നെ കല്യാണം നടത്തുമെന്ന്. നമുക്കെല്ലാം അറിയാവുന്ന കുട്ടിയല്ലേ അമ്മേ? എന്നാ പിന്നെ നേരത്തെ ഇത് തന്നെ ആകാരുന്നില്ലേ മോളെ? വെറുതെ എന്തിനാ നമ്മുടെ സുധുവിനെ ഇതിൽ വലിച്ചിട്ടത്? അവളെ അവൻ കല്യാണം കഴിക്കുന്ന പ്രശ്നമേ ഇല്ല. ഞാൻ പിന്നെ എന്താ അമ്മേ ചെയ്യേണ്ടത്? തെറ്റിൽ നിന്നും കൂടുതൽ തെറ്റുകളിലേക്ക് നീ എടുത്തു ചാടരുത്. കല്യാണം മാറ്റിവെക്കാൻ പറ്റില്ല. ഇതാവുമ്പോ ആദ്യം അപ്പനും വന്ന ആലോചനയാണ്. കുട്ടിയെ അവനും അറിയാം, ആ വീട്ടുകാർക്കും സമ്മതമാ. എന്റെ സമ്മതം ചോദിക്കണ്ട, നിങ്ങളുടെയൊക്കെ ഇഷ്ടം പോലെ നടക്കട്ടെ. എന്റെ വിഷ്ണുമോഹേ. അവരെ അവമാനിച്ചു വിട്ടെങ്കിലേ നിന്റെ പോക്ക് അടക്കമില്ലായിട്ടാ. പഠിപ്പൊരു വഴിയൊന്നുമല്ലോ നീ ആ വീട്ടിനകത്ത് കയറിയത്. നീ ഒന്നും മിണ്ടാണ്ടിരിക്കേ. പടി അടച്ച് പിണ്ണം വെക്കുന്നതിന് മുമ്പ് നീ പോയി കാല് പിടിച്ച് മാപ്പ് പറ. അവരൊക്കെ വലിയ ആൾക്കാരല്ലേ, നമുക്കല്ലേ ആവശ്യം. നീ ആ കൊച്ചു തമ്പുരാട്ടിയെ ചെന്ന് കണ്ട് കരഞ്ഞു പറഞ്ഞാൽ തീരുന്ന കാര്യമേ ഉള്ളൂ. വേണമെങ്കിൽ ഞാനും കൂടെ വരാം. ചെല്ലു കൊച്ചമണി. പോകുന്നില്ല. അവള് പോവും. അടങ്ങി ഇരുന്നോട് ആട്ടക്കാനും. ഇപ്പഴേ കണ്ടില്ലല്ലോ ബന്ധുക്കളൊക്കെ. അധികാരം അവന്റെ വീട്ടിലെടുത്താ മതി. കൊച്ചപ്പള്ളി, അഹങ്കാരികളാണ് നിന്റെ മക്കള്. അവസ്ഥ അറിഞ്ഞ് നീ അവരെ വളർത്തിയില്ല. അതിന്റെ ഫലം നീ അനുഭവിക്കും. കേട്ടില്ലേ? മതിയായില്ലേ? ഇനി എന്തിനാ അവിടെ നിൽക്കണേ? അന്യായമായി പോയി ആ കുട്ടിയോട് ചെയ്തത്. നീ സുധുവിനെ പോയി കണ്ടോ? ഇല്ല. എന്ത്? എങ്ങനെ അച്ഛാ ഞാൻ അവളുടെ മുഖത്ത് നോക്ക? എന്താ ഞാൻ അവളോട് പറയാ? ഞാൻ പോയി കണ്ടിരുന്നു സാർ. കുറെ നേരം അവിടെ നിന്നു, ഒന്നും മിണ്ടിയില്ല. പോട്ടേന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ പറ്റി അന്വേഷിച്ചു. വീട്ടിൽ നിന്ന് ഇറങ്ങി വേറെ താമസിക്കാണെന്ന് പറഞ്ഞപ്പോ കരഞ്ഞു. നീ അവിടെ പോയി കാണുമോ? എന്താ മോളെ? അനിയൻ ചേട്ടന് കാപ്പി എടുക്കട്ടെ? നീ എന്താ പൊട്ടു തൊടാത്ത? മറന്നുപോയി. മറക്കരുത്. എനിക്ക് നിന്നെ എന്നും അങ്ങനെ കാണണം, എന്റെ സുധുവായിട്ട്. അത് പറയാനാ ഞാൻ വന്നത്. എന്തിനാ കരയുന്നത്? നിനക്ക് ഞാനില്ലേ മോളെ? എനിക്ക് നിന്നെ എന്റേതാക്കാൻ താലി കെട്ടി ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ ഞാൻ വിളിച്ചോണ്ട് പോകും, നീ വരുമെങ്കിൽ. അതല്ല, നിനക്ക് അനിയൻ ചേട്ടൻ അങ്ങനെ കാണാൻ കഴിയുന്നില്ലെങ്കിൽ
നിനക്ക് ഇഷ്ടപ്പെടുന്ന ആളിനെ കൊണ്ട് നിന്റെ കല്യാണം ഞാൻ നടത്തി തരും. മുത്തശ്ശിയുടെ ആഗ്രഹം എന്റെ ആഗ്രഹത്തെക്കാൾ വലുതാണെന്ന് എനിക്ക് തോന്നി. അതാ ഞാൻ ഒന്നും പറയാതിരുന്നത്. നീ എന്താ ഒന്നും പറയാത്തത്? ഞാൻ കാപ്പി എടുത്തോണ്ട് വരാം. അമ്മേ, ഗോദവർമ്മ തമ്പുരാന്റെ പത്നി ആത്മഹത്യ ചെയ്തു. കഷ്ടമായിപ്പോയി. ഞങ്ങൾക്കിനി ആരുമില്ല അമ്മാവ. ഞങ്ങളൊക്കെ ഇല്ലേ? ചേട്ടാ, ഞാനിനി ചേച്ചിയോട് എന്ത് പറയാനേ ചേട്ടാ? ചേച്ചി, ചേച്ചി. ദീപം നമുക്ക് അങ്ങോട്ടൊന്ന് പോണ്ടേ അപ്പാ? അമ്മയ്ക്ക് വേണമെങ്കിൽ പോവാം, ഞാനില്ല. അമ്മായി, ഞാൻ കൂടെ വന്നോട്ടെ? സുദർശൻ ഒന്ന് കാണണം. വേണ്ട. നിനക്കൂടെ വന്നൂടെ അപ്പാ? ഐ ആം നോട്ട് കമ്മിങ്. ഷീ ഈസ് നോട്ട് കമ്മിങ് വിത്ത് യു. അമ്മയ്ക്ക് വേണമെങ്കിൽ പോവാന്ന് പറഞ്ഞില്ലേ? എന്തിനാ വന്നത്? എല്ലാരും കൂടെ കൊല്ലില്ലേ എന്റെ അമ്മയെ? കുഞ്ചു, ഞാൻ എന്റെ അമ്മയെ കത്തിച്ചളഞ്ഞൊപ്പിച്ച് കഴിയട്ടെ പോലെ. എല്ലാം ഭംഗിയായില്ലേ മോളെ? ഇവിടെ എല്ലാം ഭംഗിയായി. ഇരിക്കപ്പിണ്ടം പോലെ ഇരിക്കുന്ന കട്ടില് അപ്പച്ചി അപ്പച്ചി എന്ന് വിളിച്ച് നിന്റെ പിറകെ നടന്നിട്ടുള്ള നമ്മുടെ സുഖമായിരിക്കുന്നത്. അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവളുടെ അമ്മയും ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തത് മുഴുവൻ എഴുത്തുപുരക്കാരാ. എന്റെ മോൻ ചെയ്ത തെറ്റ് തിരുത്താൻ എനിക്ക് സാധിച്ചു. നിന്റെ മോൻ ചെയ്ത തെറ്റ് തിരുത്താൻ എന്നെ കൊണ്ടായില്ലല്ലോ മോളെ. ഒരു വാക്ക് എനിക്ക് അവളോട് പറയാൻ കഴിഞ്ഞില്ല. അറിയാവുന്ന അക്ഷരങ്ങൾ പോലും അറുതി പറഞ്ഞ് മാറി നിൽക്കുക. മടിയിലിരുത്തി വളർത്തിയ പേരക്കുട്ടിയോട് എങ്ങനെയാ ഞാൻ പൊറുക്കണേന്ന് പറഞ്ഞു. എല്ലാവരും അകന്നകന്നു പോകുന്നല്ലോ എന്റെ വിഷ്ണുമോയെ.
എനിക്കിതൊന്നും ചേരില്ലെന്ന് അന്നേ ഞാൻ പറഞ്ഞതല്ല അപ്പച്ചി. ഞങ്ങൾ ഇറങ്ങ പോവാം. എന്നാ പിന്നെ അനിയൻചേട്ടാ, അനിയൻചേട്ടൻ പോകുന്നില്ലേ? എങ്ങോട്ട്? അനിയൻചേട്ടന്റെ വീട്ടിലേക്ക്. പോണോ? ഇനി പോണം. ചെയ്യേണ്ടതെല്ലാം അനിയൻചേട്ടൻ ചെയ്തു കഴിഞ്ഞു. ചെയ്യേണ്ടതൊന്നും അനിയൻ ചേട്ടൻ ചെയ്തില്ല മോളെ. താമസിച്ചു പോയി. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. നീ ഒട്ട് പറയുന്നുമില്ല. നീ വരുന്നില്ലേ എന്റെ കൂടെ? ഇല്ല, ഒരിക്കലും ഇല്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു? അന്ന് അനിയൻചേട്ടന്റെ പേര് പറഞ്ഞല്ലേ എല്ലാരുടെ മുമ്പ് വെച്ച് ഞാൻ അവമാനിച്ചത്. അത് അനിയൻചേട്ടന്റെ കൂടെ ഞാൻ ഇറങ്ങി വന്നാൽ ഞാൻ ആരായി അനിയൻചേട്ടൻ? അവരെന്നെയും അനിയൻചേട്ടനെ പറ്റി പറഞ്ഞതൊക്കെ ശരിയാണെന്ന് വരില്ലേ? അതൊക്കെ തെറ്റായിരുന്നെന്ന് ഈ ജീവിതം കൊണ്ട് എനിക്ക് തെളിയിക്കണം. അതിന് അനിയൻചേട്ടൻ എന്നെ സഹായിക്കണം. എന്നെ മറക്കണം. കഥ കടച്ചു കിടന്നു. എന്താ മോനെ, കാര്യം പറ. എല്ലാവരും ഒളിച്ചോടുക. എനിക്കും എങ്ങോട്ടെങ്കിലും ഒളിച്ചോടണം തോന്നുന്നച്ചാ. നീ എന്തിനാ ഒളിച്ചോടുന്നത്? വയ്യച്ച, എനിക്കിനി നമ്മുടെ പത്രത്തിൽ ജോലി ചെയ്യാൻ വയ്യ. എഴുത്തുപുരയിലെ കാരണമെന്ന് പോലുമില്ല. ആരും എന്നെ മനസ്സിലാക്കുന്നില്ല. ആർക്കും ആരെയും മനസ്സിലാകുന്ന അവസ്ഥയിലല്ല എഴുത്തുപുര വീടും നമ്മുടെ പത്രവും. മലയാള ശബ്ദം നമ്മുടെ കൈവിട്ടു പോകാൻ സാധ്യതയുണ്ട്. അത്തരത്തിലാണ് അനന്തരാമന്റെ നീക്കങ്ങൾ. അപ്പൻ ഇപ്പോഴും അവന് മനസ്സിലായിട്ടില്ല. മനസ്സിലാക്കി വരുമ്പോഴേക്കും പത്രം അവന്റെ കയ്യിലിരിക്കും. അത് സംഭവിക്കരുത്. ഞാൻ എന്ത് ചെയ്യണോ അച്ഛാ? ഇപ്പോ നീ ഒന്നും ചെയ്യണ്ട. എസ്റ്റാബ്ലിഷ് യുവർസെൽഫ് ആസ് എ സ്ട്രോങ് ഇൻഡിവിജ്വൽ. നിന്നെ പേടിക്കുന്ന രീതിയിൽ നീ വളരണം. അതിന് കൈക്കരുത്തും ആവേശവും മാത്രം പോരാ. പണം, മണി ഈസ് ദി ഫോഴ്സ്. കാലമെന്ന് പേടിക്കുന്നത് പണത്തെയാണ്. നീ പണമുണ്ടാക്കണം. മുത്തശ്ശിയെയും നിന്റെ പാരമ്പര്യത്തെയും കാത്തു സൂക്ഷിക്കാൻ. Can you make it? എന്റെ കയ്യിലാകെയുള്ളത് ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ആണ് അച്ഛാ. വണ്ടി ഓടിക്കാൻ അറിയാം. വഴികൾ കണ്ടുപിടിച്ചാൽ മതി. പണമുണ്ടാക്കണം. വഴികൾ കണ്ടുപിടിച്ചാൽ മതി. അണ്ണാ, ഞാൻ പോയി നോക്കിയിട്ട് വന്നാലോ? അണ്ണനെ കണ്ട ഒരുപക്ഷെ സായിപ്പിന് പഴയ വൈരാഗ്യം ഉണ്ടാവും. അക്ഷരങ്ങളിൽ അല്ലാഹു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. തമ്പ്രാൻകുട്ടി, നമ്മള് കോലിത്തല് നിർത്തി നിങ്ങൾ കാരണം 5 നേരവും നിസ്കരിക്കുന്നുണ്ട്.
നിങ്ങൾ കാരണം. ഇപ്പൊ വന്നത് എനിക്ക് പരീതിന്റെ സഹായം വേണം. നമ്മള് നിങ്ങളെ സഹായിക്കണോ? എന്തു വേണം പറയും. നിങ്ങളെല്ലാം പോയി. റഫീഖേ, ഇക്ക തമ്പ്രാൻകുട്ടി സുലൈമാനി എടുക്കട്ടെ. എന്താ അത്? കട്ടൻ ചായ. ആ. റഫീഖെ 3 സുലൈമാനി. വരേ. എന്താണ് നമ്മൾ ചെയ്യേണ്ടത് പറയും. എനിക്ക് കുറെ പണം ഉണ്ടാക്കണം. നിങ്ങൾക്ക് എത്ര പണം വേണം? അറിഞ്ഞൂടാ. കുറെ പണം വേണം. എനിക്ക് മാളികയൊന്നും പണിയാനല്ല, നല്ലത് പറയാനും ചെയ്യാനും എഴുതാനും വേണ്ടി. തമ്പ്രാൻകുട്ടി പറയണത് നല്ല കാര്യമാണെന്ന് മനസ്സിലായി. പക്ഷേ കാര്യം എനിക്ക് പിടികിട്ടിയില്ല. പറയാം. പരീതേ, ഞങ്ങളുടെ പത്രം ഞങ്ങളുടേതല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛൻ പത്രം വിട്ടു. ഞാനും പത്രം വിട്ട് പരീതിനെ കാണാൻ വന്നിരിക്കുകയാണ്. നശിച്ചില്ലാതാകുന്നതിന് മുമ്പ് ഞങ്ങളുടെ പത്രം ഞങ്ങളുടേതാക്കി രക്ഷിച്ചെടുക്കണം. അച്ഛന് വാക്ക് കൊടുത്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. തമ്പ്രാൻകുട്ടി, പണം നമ്മളുണ്ടാക്കി തന്നാ പോലെ? പോരാ, അത് ഔദാര്യമാവും. നാളെ പരീതിനെ കുറിച്ച് എനിക്ക് എന്തെങ്കിലും എഴുതേണ്ടി വന്നാൽ എന്റെ കൈവറയ്ക്കും. കൈവറയ്ക്കാതെ എഴുതാൻ വേണ്ടിയാണ് ഞാൻ തന്നെ പണം ഉണ്ടാക്കി ഞങ്ങളുടെ പത്രത്തെ രക്ഷിച്ചെടുക്കണമെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞത്. എന്താ പരീത ഒരു വഴി? തമ്പുരാൻകുട്ടിക്ക് ഏത് വഴിയാണ് പറ്റിയത്? ഏത് വഴി എനിക്ക് പറ്റും. ആ സ്പിരിറ്റ് ലോറി എത്തിക്കേണ്ടടുത്ത് ഞാൻ എത്തിക്കാം. അതിനുള്ള മനക്കരുത്ത് എനിക്കുണ്ട്. ഏർപ്പാടാക്കോ? പരീതിനോടൊപ്പം ഞാനും കൂടാം, വിശ്വാസമുണ്ടെങ്കിൽ. എന്റെ പൊന്നു തമ്പുരാൻകുട്ടി, പരീത് ഈ ലോകത്ത് നിങ്ങളെ അല്ലാതെ മറ്റാരെ വിശ്വസിക്കാനാ? നിങ്ങള് നമ്മളോടൊപ്പമല്ല, നമ്മള് നിങ്ങളോടൊപ്പമാ. കുടിക്കീൻ. ആ, അണ്ണാ, ഈ സ്പിരിറ്റ് കൊണ്ടുപോകാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് എല്ലാത്തിനും ഒരു നല്ല സ്പിരിറ്റ് ഉണ്ട് കേട്ടോ. അനപ്പാ, നിന്നെ മാമോദീസ മുക്കിയ സ്പിരിറ്റ് തന്നെ ഇവന്റെ നോട്ടത്തിൽ തന്നെ സ്പിരിറ്റ് ഉണ്ട് കേട്ടോ. ചുമ്മാ ഇരടാ ചേട്ടാ, തമാശയല്ലേ ഇത്? അയ്യോ, പോലീസ്! ചേട്ടാ നിർത്തരുത്, ചവിട്ടി വിട്ടോ. സ്പിരിറ്റ് കള്ളക്കടത്ത്, എഴുത്തുമുറയിലെ അബ്കാരി തമ്പുരാൻ. അകത്താവുമ്പോ അറിയും. പാരമ്പര്യം പ്രസംഗിച്ച് ഇറങ്ങിപ്പോയതല്ലേ? ഈ പഠിക്കാതെ ഞാൻ അവനെ കേട്ടില്ല. വിശ്വലക്ഷ്മി തമ്പുരാട്ടി കേട്ടല്ലോ. ഞാൻ എങ്ങോട്ടും ഇല്ല, നീ പൊയ്ക്കോ. എനിക്ക് കാവല് കിടന്ന് നിന്റെ ലൈഫ് എന്തിനാ കളയുന്ന? ചേച്ചി ഒറ്റയ്ക്കാവില്ലേ? അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. നിനക്ക് പോണെങ്കിൽ നീ പോണം. നല്ല ജോലിയാ ചേച്ചി. ഷാരട്ടൺ ടവേഴ്സ് ഹൈദരാബാദിലെ ഒരു നല്ല ഹോട്ടലാ. അവിടെ കേറ്ററിംഗിന് ഇങ്ങനെ ഒരു ഓപ്പണിംഗ് കിട്ടുകയെന്ന് വെച്ചാ ഇറ്റ്സ് മോർ ദാൻ ലക്ക്. ചേച്ചിയും കൂടെ വരണം. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞില്ലേ? ഡോണ്ട് ബോദർ അബൌട്ട് മീ. 29, 30 30 lakhs ഉണ്ട് സാർ. കുറച്ച് കയറ്റി വെട്ടും എന്നവര് പറഞ്ഞിട്ടുണ്ട്. ആരെ കയറ്റി വെട്ടുമെന്ന്? അല്ല, പറഞ്ഞതിലും കുറച്ച് കൂടുതൽ കയറ്റി വെട്ടും. മരം. ഓ, മരം കയറ്റി വെട്ടുന്നതൊക്കെ കൊള്ളാം. വെട്ട എന്റെ കസേരയിലാകരുന്ന് മാത്രം. നിങ്ങളുടെ ഷെയർ എടുത്തോ? അത് സാറിന്റെ കൈകൊണ്ട് തന്നെ എടുത്ത് വർമ്മ സാറിന് കൊടുത്താൽ മതി. മിസ്റ്റർ അനന്തരാമൻ, ഞാൻ പണം കൈകൊണ്ട് തൊടാറേയില്ല. അനന്തരാമന്റെ ബുദ്ധിയിൽ നാപ്തലിൻ പൗഡർ ഇട്ട് CBI കൊണ്ട് എന്നെ പിടിപ്പിക്കാനോ മറ്റോ ആണെങ്കിൽ അയ്യോ, ഞാൻ വിരല് പതിച്ചാറുണ്ടല്ലോ. അനന്തരാമൻ തന്നെ എടുത്തു കൊടുത്തേക്കേ. സാറിനെ ചീറ്റ് ചെയ്താൽ ഞങ്ങൾക്ക് നഷ്ടമാകുന്നത് ഇതുപോലുള്ള വൻ തുകകളായിരിക്കില്ലേ സാർ? അങ്ങനെ ഞങ്ങൾ ചെയ്യുമോ സാർ? ആ, വരട്ടെ മിസ്റ്റർ വർമ്മ, ഇനിയും ഇങ്ങനെ കാണാം. അപ്പൊ ശരി സാർ. എല്ലാവരുടെ കയ്യിലും കള്ളപ്പണമുണ്ട്. മൊബിലൈസ് ചെയ്യണം. ഇരിക്കെ നമ്മുടെ പത്രത്തിന്റെ പേരിൽ കുറച്ച് ഷെയർസ് ഫ്ലോട്ട് ചെയ്തുകൂടെ? ഷെയറോ? എന്തിന്? ഈസി മണിയാ. മറ്റു പല ബിസിനസ്സുകളിലേക്ക് നമുക്ക് ഈ ഫണ്ട് ഡൈവേർട്ട് ചെയ്ത് വിടാം. അതിപ്പോ ഞാൻ മാത്രം? എല്ലാവരോടും ആലോചിച്ച് എല്ലാ കാര്യവും ചെയ്യാൻ പറ്റില്ല. മുത്തശ്ശിയുടെ ഓതറൈസേഷൻ മാത്രം മതി. ഷെയർസ് വിൽക്കുന്ന കാര്യം ഞാൻ ഏറ്റു.
എന്താടി? Why are you staring at me, you bloody bitch? പിടിക്കേ. മാറ്. ഇതിലൊന്ന് ഒപ്പിട്ട് തരണം. എന്താ ഇത്? നമ്മുടെ പത്രത്തിന്റെ പേരിൽ ഷെയർസ് ഫ്ലോട്ട് ചെയ്യണം. അതിനുള്ള ഓതറൈസേഷനാ. ഷെയർ പിരിക്കാനോ? എന്തിന്? എനിക്ക് പുഴുങ്ങി തിന്നാൻ. എല്ലാം അറിയാമോ പാർവതി മാനിന്? എന്താ ഇപ്പൊ ഇതിന്റെ ആവശ്യം? ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വന്നിരിക്കുന്നു. ലേലം വിളിച്ച് കളയണോ നടത്തിക്കൊണ്ട് പോണോ? നടത്തിക്കൊണ്ട് പോണെങ്കിലേ ഒപ്പിട്ട് തരണം. ഒപ്പിട്ട് കൊടുക്കരുതമ്മേ. വെളിവില്ലാതെ ഓരോന്ന് പറയാ. എനിക്ക് മാത്രം വെളിവില്ല. സ്പിരിറ്റ് കള്ളക്കച്ചവടം നടത്തുന്ന അനിയൻകുട്ടിന് വെളിവുണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ KK മേനു വെളിവുണ്ട്. ഈ വീടിന്റെയും പത്രത്തിന്റെയും ചുമതല ഒറ്റയ്ക്ക് എടുത്ത് നടത്തുന്ന എനിക്ക് മാത്രം വെളിവില്ല. സമ്മതിച്ചു. അമ്മയും മോളും കൂടി നടത്തിയാ മതി പത്രം. ബഹളം വയ്ക്കണ്ടപ്പ. കാലത്തൊപ്പിട്ട് തന്നാ പോരെ. പോയി കിടന്നുറങ്ങ് എന്റെ വിഷ്ണുമായേ. സുദർശനെ കല്യാണം കഴിക്കാൻ MD നിർബന്ധിച്ചത് ഞാനാ. നടക്കാതെ പോയത് വലിയ നഷ്ടമായിപ്പോയി. ആ അതൊക്കെ പോട്ടെ. ഇനി എന്താ ഭാവം? വാതിലടയ്ക്കണം. ഓ, ഫീലിംഗ് ഓഫ് ഇൻസെക്യൂരിറ്റി. അതാ ഞാൻ പറയാൻ വന്നത്. എല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ല സുദർശനിക്ക്. ആ സമയത്ത് വന്നൊരു ആഭാസനായിട്ട് എന്നെ കാണരുത്. എന്ത് സഹായത്തിന് ഞാൻ ഉണ്ടാവും. Get out. I say get out. എന്താ ചേച്ചി? എന്തിനാ അയാൾ വന്നത്? സഹതാപം അറിയിക്കാൻ. കാര്യങ്ങൾ ഈ സ്പീഡിൽ പോകുകയാണെങ്കിൽ നമുക്ക് ഉടനെ ഒരു കാറ് വാങ്ങിക്കാം, ഇല്ലേണ്ടാ? അണ്ണാ, എനിക്കൊരു ആഗ്രഹമുണ്ട്. ഇപ്പോഴൊന്നും വേണ്ട, പിന്നെ മതി. ഞാൻ പറയുന്ന അണ്ണൻ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. അണ്ണ ഒരു കാറ് വാങ്ങിച്ച് പിന്നെ ഒരു കാറ് വാങ്ങിച്ച് ഒരുപാട് കാശുണ്ടാക്കി പത്രമൊക്കെ വാങ്ങിച്ച് കഴിയുമ്പോ എന്തെങ്കിലും മിച്ചം കാണുമല്ലോ, അത് ചില്ലറാക്കി എനിക്ക് തരണം. എന്തിനാ ചില്ലറയായിട്ട്? അത് ഒരു കാര്യമുണ്ട്. പറയാം. ആദ്യം വണ്ടി നിർത്തണം. മൂത്രമൊഴിക്കാനാ? വണ്ടി നിർത്തണ. വണ്ടി നിർത്തിയിട്ട് അത് പറഞ്ഞാലേ ശരിയാവും. അതുകൊണ്ടാ. പ്ലീസ് ഒന്ന് നിർത്തണം. മടി നിറയെ ചില്ലറ അണ്ണൻ തരുന്നത്. ആ ചില്ലറയുമായിട്ട് ഞാൻ നാഗർകോവിലിൽ ചെന്നിറങ്ങുന്നു. അവിടെയുള്ള പാവങ്ങൾക്ക് മുഴുവൻ ഞാൻ കൊതുക് തിരി വാങ്ങിച്ചു കൊടുക്കുന്നു. കൊതുകുകളില്ലാത്ത ഒരു നാഗർകോവിൽ, അതാണ് എന്റെ സ്വപ്നം. ചിഞ്ചിലം, ആ ചിഞ്ചിലം. നിനക്ക് വീണ്ടും അസുഖം തുടങ്ങിയല്ലേ? ഇല്ലില്ല, എനിക്ക് തോന്നിയല്ല അണ്ണാ. സത്യമായിട്ടും എന്നെ കൊതുക് അടിച്ചതാ. നമസ്കാരം. ചൈതന്യാശ്രമം. വീട് വിറ്റ് കഴിഞ്ഞ ചേച്ചി പൈസ അയച്ചു തരാം. അത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ഇടണം. പണം സൂക്ഷിച്ച് ചെലവാക്കണം. റെഗുലറായിട്ട് കത്ത് എഴുതണം. ചേച്ചിക്ക് നീ മാത്രമേ ഉള്ളൂ, അറിയാലോ. പൊയ്ക്കോ. വീട് വിൽക്കാനുണ്ടെന്നറിഞ്ഞു. എന്ത് വിലക്കാണെങ്കിൽ കൊടുക്കും. അഡ്വാൻസ് എത്ര വേണം അമ്മയ്ക്ക്? എന്തിനാ സുധു നീ ഗോഷ്ഠിയൊക്കെ കാണിക്കുന്നത്? എനിക്കിവിടെ ജോലി കിട്ടി. കുഞ്ചു എവിടെ? അവൻ പോയി. അവനും ജോലി കിട്ടി ഹൈദരാബാദിൽ. അവിടെ ആശ്രമമുണ്ടോ? നീ എന്താ നിന്നെ പറ്റി വിചാരിച്ചിരിക്കുന്നത്?
നീ കാണിച്ചൊക്കെ ശരിയാണെന്നാണോ? അല്ല, ശുദ്ധ തെമ്മാടിത്തരാണ്. പിടിച്ച് വലിച്ചിറക്കി കൊണ്ടുപോകാൻ എനിക്കറിയാം. പക്ഷെ നിനക്കിപ്പോ വട്ടാണ്, മുഴുത്ത വട്ട്. എല്ലാവരും തോപ്പിക്കാൻ വേണ്ടി സ്വയം തോറ്റു കൊടുക്കുന്ന വട്ട്. ആവശ്യമില്ലാത്തതൊക്കെ തലയിൽ കയറ്റി വെച്ചിരിക്കല്ലേ. ഇനി എങ്ങനെയൊക്കെയാണോ എന്നെ ശിക്ഷിക്കാൻ പോകുന്നത്? പ്രിപ്പയർഡ് ആയിട്ടിരിക്കാമല്ലോ, അതുകൊണ്ട് ചോദിച്ചു പോയതാ. അനിയൻ ചേട്ടൻ പൊയ്ക്കോട്ടെ. അനിയൻ ചേട്ടന്റെ വീട്ടിലേക്ക്. ഒരുപാട് ബന്ധുക്കൾ അവിടെ കാത്തിരിക്കാം വെച്ച് വിളമ്പിത്തരാൻ. നിന്റെ വേഷമുണ്ടല്ലോ എനിക്ക്. തമ്പ്രാൻകുട്ടി, ഈ കണക്കിൽ അങ്ങോട്ട് പോയാൽ ഇവിടുത്തെ ഏറ്റവും വലിയ അബ്കാരി തമ്പ്രാൻകുട്ടി ആയിത്തീരും. പിന്നെ ഈ ദുനിയാവിലുള്ള എല്ലാ പത്രവും തമ്പ്രാൻകുട്ടിയുടെ കയ്യിലാവും. എനിക്കൊരു ലക്ഷ്യമേ ഉള്ളൂ പരീതേ. അത് നേടിയിട്ടേ ഞാൻ മുത്തശ്ശിയെ കാണാൻ വരുള്ളൂ. പരമേട്ട അതാ വരണു. ഇതെങ്ങോട്ടാ? എന്നെ നട റോട്ടിൽ ഇറക്കി വിട്ടതല്ലേ? ഇറക്കി വിട്ടതല്ല, നീ ഇറങ്ങിപ്പോയതാ. വേണ്ട, ഒന്നും പറയണ്ട. ഇനി ഞാൻ ഈ വീടിനകത്ത് കിടക്കുന്നില്ല. എങ്കിൽ നീ ദോ അവിടെ പോയി കിടന്നോ. എന്നാലേ അവിടെ അവിടെ കിടക്കുന്നില്ല, ഇവിടെ കിടക്കുന്നുള്ളൂ. രാത്രി മുഴുവൻ പുറത്ത് ഇരിക്കാമല്ലോ. അഷ്ടപതി കേട്ടുറങ്ങുകയും ഉണരുകയും ചെയ്യുന്ന അക്ഷരങ്ങളുടെ അമ്മയ്ക്ക് അപമാനമായി നഗരത്തിലെ ഈ പുതിയ ആൽക്കഹോൾ രാജാവിന്റെ സ്ഥാപനങ്ങൾ അധമന്മാരുടെ അഭയകേന്ദ്രങ്ങളായി തീർന്നിരിക്കുകയാണ്. ആഡംബര വിരുന്നുകൾ ഒരുക്കി അധികാരി വർഗത്തെ ചൊൽപ്പടിക്ക് നിർത്തി അവകാശ ലംഘനങ്ങൾ നടത്തുന്ന ആരാപരിത ഈ ഫോട്ടോമാൻ? നമസ്കാരം. ആരാ? മനസ്സിലായില്ല. എനിക്ക് നന്നായിട്ട് മനസ്സിലായി. അക്ഷരപ്പുരയിൽ നിന്നൊരു ആൽക്കഹോൾ രാജാവ്. ഈ ക്യാപ്ഷൻ എനിക്കിഷ്ടമായി. ഞാൻ ആദ്യമായി ചെയ്യുന്ന അവകാശ ലംഘനമാണ് എന്റെ മുമ്പിൽ നിൽക്കുന്ന താൻ. ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വിളിപ്പിച്ച. അപമാനിച്ചതുകൊണ്ട് വിളിപ്പിച്ച രീതി കുറച്ച് അധികാരത്തിലായിപ്പോയി. അനന്തരാമനല്ലേ തന്നോട് ഇങ്ങനെയൊക്കെ എഴുതാൻ പറഞ്ഞത്? ആര് പറഞ്ഞാലും നേരിട്ട് കണ്ട് സ്റ്റഡി ചെയ്യാതെ ഒരു ജേർണലിസ്റ്റ് ഒന്ന് റിപ്പോർട്ട് ചെയ്യരുത്. തനിക്ക് എന്നെ അറിയാം. അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അനിയൻ തമ്പുരാനെ പറ്റി. ആരാ തന്റെ അച്ഛൻ? വാസുദേവ വാര്യർ. വാസുവേട്ടന്റെ മകളാ? അതെ. വീട്ടിൽ മറ്റാരുമില്ല. അച്ഛൻ പരിഭ്രമിക്കും. ഞാൻ പൊയ്ക്കോട്ടെ? ഞാൻ അറിഞ്ഞില്ല. ക്ഷമിക്കണം. ഒറ്റേ വീട്ടിൽ കൊണ്ടുവിട്. വരൂ. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ മകളാണ്. ഇതിലൊന്ന് ഒപ്പിട്ടെന്നേക്ക്. എന്തിനാ സാർ? എനിക്ക് പരാതിയൊന്നുമില്ലല്ലോ. പിന്നെന്തിനാ ഞാൻ ഒപ്പിടുന്നത്? പരാതി വേണമല്ലോ. സുഖവാസത്തിനൊന്നും അല്ലല്ലോ അവര് നിന്നെ വിളിച്ചോണ്ട് പോയത്. ബലാത്കാരമായിട്ട് വീട്ടിൽ നിന്നും കടത്തിക്കൊണ്ടുപോയി. കൊന്ന് റോഡിലെങ്ങാനും ഇട്ടിരുന്നെങ്കിൽ ഞങ്ങൾ ഉത്തരം പറയേണ്ടി വരത്തില്ലേ? ഒപ്പിട്. വളരെ അന്തസ്സായിട്ട് അവരെന്നോട് പെരുമാറിയത്. അന്തസ്സായിട്ട് തന്നെ അതിലൊരു ഒപ്പിട്ടേരെ. പേര് ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ടും വാസുവേട്ടൻ എന്നെ അറിയിക്കായിരുന്ന എന്താ? മനസ്സ് മടിച്ചിട്ടാണ് അറിയിക്കാതിരുന്നത്. അനിയൻ കുഞ്ഞിനെ കുറിച്ച് മോശമായി പത്രത്തിൽ എഴുതിയതിന് ഞാൻ അവളെ വഴക്ക് പറഞ്ഞു. കൂലി എഴുത്തുകാരിയാ കുഞ്ഞേ. ഇപ്പൊ മലയാള ശബ്ദത്തിൽ മുഴുവൻ കൂലി എഴുത്തുകാരാണല്ലോ. അവിടുന്ന് അവക്ക് കിട്ടുന്ന ശമ്പളമാ ഇവിടുത്തെ ഏക വരുമാനം. പോകണ്ടെന്ന് പറയാൻ പറ്റുമോ? കാലത്തേ ഇവിടുന്ന് ഇറങ്ങിപ്പോവും. പിന്നെ വന്നു കയറുന്നത് ഒരു നേരത്താ. എന്തുപറ്റി? എനിക്കറിയില്ല. അവരെന്നെ കൊല്ലാൻ വന്നു. ആര്? എനിക്കറിയില്ല.
വരൂ, ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. ഉമ്മായോട് തോറ്റാൽ അങ്ങാടിയിലെന്ന് പറയണ പോലെ നിങ്ങളെ തോൽപ്പിക്കാൻ എന്തിനാണിപ്പോ ആ കൊച്ചിനെ കൊല്ലുന്നത്? എടോ, അവര് കൊല്ലും. നമ്മൾ കൊന്നതാണെന്ന് വരുത്തി തീർക്കും. ഞാനാണ് അക്ഷരപ്പുരയിലെ ആൽക്കഹോൾ രാജാവ്. അവളാണ് അങ്ങനെ എഴുതിയത്. താനാണ് അവളെ വീട്ടിൽ നിന്ന് പൊക്കിക്കൊണ്ടുവന്നത്. അവളെ കൊണ്ട് പരാതി എഴുതിപ്പിച്ച് ഒപ്പിട്ട് വാങ്ങിയിട്ടുണ്ട്. കൊന്നത് നമ്മളാവില്ലേ? ജയിലിൽ പോയി കിടക്കണോ? പഠിച്ചോനെ, അതാണ് പട്ടരുടെ ബുദ്ധി. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? വാസേട്ടനെയും കൂട്ടി ഞാൻ തന്നെ കൂടെ പോയി അവളെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുപ്പിച്ചു. പത്രത്തിലെ ജോലി രാജിവെപ്പിച്ചു. വാസുവേട്ടന്റെ വീട് ഞാൻ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞു. അത് നന്നായി. വലിയ മനസ്സാ തമ്പ്രാൻകുട്ടിയെ. അല്ലാഹ് കാക്കട്ടെ. ലുക്ക് മിസ്റ്റർ അനന്തരാമൻ, പോളിറ്റിക്സ് ആൻഡ് പൊളിറ്റീഷ്യൻസ് ഇൻഫ്ലുവൻസ് ത്രൂ കറപ്ഷൻ. ഞങ്ങളുടെ കമ്പനിയുടെ നിലനിൽപ്പ് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസിലാണ്. ഒരു പത്രം കയ്യിലുണ്ടെങ്കിൽ അത് കുറെ കൂടെ സ്ട്രോങ് ആവും. ഇവിടെയാണ് ഞങ്ങൾക്കൊരു പത്രം ഇല്ലാത്തത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു പത്രം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. ഒരു പുതിയ പത്രം തുടങ്ങി സ്വാധീനം ഉണ്ടാക്കുന്നതിനേക്കാൾ പാരമ്പര്യമുള്ളൊരു പത്രം സ്വന്തമാക്കുന്നതല്ലേ നല്ലത്? വാട്ട് യു മീൻ ബൈ ദാറ്റ്? മലയാള ശബ്ദം പത്രം, അതായത് ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന പത്രം. ആ പത്രത്തിന്റെ ഷെയർസ് വാങ്ങിക്കണം. വിൽക്കാൻ ആൾക്കാരുണ്ട്, വലിയ വിലയൊന്നുമില്ല. ഞാൻ സംഘടിപ്പിച്ചു തരാം. പക്ഷേ ഒരൊറ്റ കണ്ടീഷൻ, എന്നെ പത്രത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ ആക്കണം. നാച്ചുറലി നിങ്ങൾ MD ആകണം. അതൊരു ഫേവർ അല്ല, ഞങ്ങളുടെ ആവശ്യമോ. താങ്ക് യു. ഇംപോസിബിൾ. വീട് എഴുതി തരാനോ? എന്താപ്പാ നീ പറയുന്നത്? നിങ്ങളോടല്ല ഞാൻ സംസാരിക്കുന്നത്. എന്ത് പറയുന്നു വിജയലക്ഷ്മി തമ്പുരാട്ടി? എനിക്ക് എഴുതി തരാൻ പറ്റുമോ? അപ്പാ, ഭ്രാന്ത് പിടിച്ചോ നിനക്ക്? എനിക്കല്ല ഭ്രാന്ത്. മൂത്ത് നിറച്ചിട്ടും വീടും കെട്ടിപ്പിടിച്ചിരിക്കുന്നില്ലേ നിനക്കാ ഭ്രാന്ത്. എഴുതി തരുന്നോ ഇല്ലയോ ഈ പറയണ എനിക്ക്? ഒരു മുദ്രപത്രത്തിന്റെ കാര്യല്ലേ കുഞ്ഞെ. എഴുതിത്തരാം, എഴുതിത്തരാം. സമാധാനം കിട്ടും. എന്റെ വിഷ്ണുമായേ, വിഷ്ണുമായേ, കാണുന്നില്ല ഇതൊക്കെ? ജെന്റിൽമെൻ, മേജർ ഷെയർസ് നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. വിശ്വലക്ഷ്മി തമ്പുരാട്ടി, പാർവതി മേനോൻ, രവിവർമ്മ, രാമവർമ്മ, സുദർശന ആൻഡ് ഹെർ ബ്രദർ, ഇത്രയും പേരുടെ കയ്യിലാണ് ബാക്കിയുള്ള ഷെയർസ്. ഈ നീക്കങ്ങളൊന്നും ഇതുവരെ ഇപ്പോഴത്തെ MD രാമവർമ്മ അറിഞ്ഞിട്ടില്ല. രാമവർമ്മയെ MD സ്ഥാനത്ത് നിന്ന് മാറ്റി എന്നെ നിയമിക്കണമെന്ന ആവശ്യം ഒപ്പിട്ട് നാളെ തന്നെ എന്നെ ഏൽപ്പിക്കണം. ദാറ്റ് മീൻസ് നാളെ മുതൽ മലയാള ശബ്ദത്തിന്റെ MD ഞാനായിരിക്കും. അല്ല, ഇന്നു മുതൽ ഞാനാണ് മലയാള ശബ്ദത്തിന്റെ MD. എനിക്കടാ ലാസ്റ്റ്. മേജർ ഷെയർസ് മുഴുവൻ എന്റെ പേരിലായി കഴിഞ്ഞു. ഈ ഇരിക്കുന്ന ബോംബെയിലെ മൾട്ടിനാഷണൽ കമ്പനി, ഇത് മുഴുവൻ എന്റെ ആൾക്കാരാണ്. ഇത് ഞാൻ നിനക്ക് വിരിച്ച വലയാണ്. നീ എന്റെ ചേട്ടൻ രാമവർമ്മയെ ബാധിച്ചിരിക്കുന്ന ക്യാൻസറാണ്. ഇനി അത് പടരാൻ ഞാൻ സമ്മതിക്കില്ല. കത്തിച്ചു കളയുന്ന ഞാൻ. ഗെറ്റ് ഔട്ട്. പരിതേ. താങ്ക് യു ആൾ. താങ്ക് യു. മോനെ, നീയാണ് ശരി. അതാ നീ ജയിച്ചത്. നിന്നെ ജയിപ്പിച്ചോ അപ്പനെ തോൽപ്പിച്ചോ അച്ഛൻ ഇനി ഈ കസേരയിൽ ഇരിക്കുന്നത് ശരിയല്ല. മലയാള ശബ്ദത്തെ നീ രക്ഷിച്ചു. നീയാ മോനെ ഇനി ഇവിടെ ഇരിക്കേണ്ടത്. അച്ഛനുണ്ട് കൂടെ. ഐ ആം പ്രൗഡ് ഓഫ് യു. ഐ ആം റിയലി പ്രൗഡ് ഓഫ് യു. മിസ്റ്റർ രവിവർമ്മ, നിങ്ങൾ ഈ വീട്ടിൽ കയറാൻ പാടില്ല. താനാരത് പറയാൻ? ഞാൻ ആരും ആയിക്കോട്ടെ, ഈ വീടിന്റെ ഉടമസ്ഥൻ രാമവർമ്മ പെറ്റീഷൻ തന്നിട്ടുണ്ട്.
ഉടമസ്ഥൻ രാമവർമ്മയോ? ഇത് ഞങ്ങളുടെ വീട്. അല്ല, എന്റെ വീട്. പത്രം നീ പിടിച്ചടക്കിയില്ലേ? വീട് ഞാൻ പിടിച്ചടക്കി. അപ്പ അവനോട് ഇങ്ങനൊന്നും കാണിക്കരുത്. ഈ മുറ്റത്ത് ഞാൻ കേട്ടില്ല തണ്ടിയെ. കാണുമെങ്കിലേ അവിടെ പോയി കണ്ടോണം. ഇറങ്ങിപ്പോയപ്പോ തിരിച്ചു വിളിച്ചു. തിരിച്ചു വന്നപ്പോ കയറി വാ എന്ന് പറയാൻ പറ്റുന്നില്ല അല്ലേ മുത്തശ്ശി? അങ്ങനെയൊക്കെ ആയിപ്പോയി മോനെ. ഇങ്ങനെയൊന്നും ആകാതിരിക്കാൻ വേണ്ടിയാ മുത്തശ്ശി ഞാൻ വീട് വിട്ടിറങ്ങിപ്പോയത്. ഒരിക്കലും ഞാൻ ഒന്നും പിടിച്ചെടുത്തിട്ടില്ല മുത്തശ്ശി. പ്രസ് ഞാൻ പിടിച്ചെടുത്തതല്ല, രക്ഷിച്ചതാ കൈവിട്ട് പോകാതിരിക്കാൻ. അതിനെന്നെ ശിക്ഷിക്കുക അപ്പേട്ടൻ. മുത്തശ്ശിയെ കാണാൻ വീട്ടിൽ വരുമ്പോ വീട്ടുവാതിൽക്കൽ പോലീസ് തടുക്കുക. സ്റ്റുപ്പിഡ്. അപ്പേട്ടാ ഞാൻ പോവാ. വൈരാഗ്യത്തോടെ അല്ല, അപ്പേട്ടൻ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ള വിഷമത്തോടെ. ഇത്രത്തോളം സെൽഫിഷ് ആകരുത് മോളെ നീ. എനിക്കിനി നീ മാത്രമേ ഉള്ളൂ. എത്രയെന്ന് വെച്ചാൽ ഞാൻ നിന്നോട് പറയാ. അങ്ങനെയൊന്നും എന്നോട് സംസാരിക്കരുത്. നമ്മൾ തമ്മിൽ സംസാരിക്കേണ്ട ഭാഷ ഏതല്ലേ? ഒരു വീട്ടിൽ ഒന്നിച്ച് വളർന്ന സുധുവും അനിയൻ ചേട്ടനും തമ്മിൽ സംസാരിക്കേണ്ട ഭാഷ. തളർന്ന മോളെ ഞാൻ നിന്നെ കാണാൻ വന്ന്. എന്നെ കൂടുതൽ തളർത്തരുത്. നീ എന്റെ കൂടെ വരണം പ്ലീസ്. നമുക്ക് ഒന്നിച്ച് ജീവിക്കണം. സുധു, തമ്പുരാട്ടിയും കൊണ്ട് വന്നതാ അനിയൻ കുഞ്ഞെ. മുത്തശ്ശി മോനെ, മുത്തശ്ശിക്കൊന്ന് ഉറങ്ങണം. എവിടെയാ കിടക്ക? വരൂ മുത്തശ്ശി. അവിടെ ഫ്ലാറ്റ് കെട്ടാൻ പോവാത്രേ. വീടൊക്കെ ഇടിച്ചു കളഞ്ഞിട്ടേ. ആരൊക്കെയോ വരണു. അളക്കമൊക്കെ ചെയ്യണുണ്ടേ. അപ്പനും അവിടെ ഇല്ല. എവിടെ പോയെന്ന് ഈ കുട്ടിക്കൊട്ട് അറിയില്ല. മുത്തശ്ശി വരൂ. വയ്യാണ്ടായിരിക്കണം എന്റെ കുട്ടിയെ. മുത്തശ്ശി ഇരിക്കൂ. നിങ്ങളുടെ പെട്ടിയൊക്കെ എടുത്തിട്ടില്ലേ മോളെ? ഓ, അമ്മയുടെ പെട്ടി എടുത്തിട്ടുണ്ട്. എനിക്കെന്തിനേനി പെട്ടിയൊക്കെ? മുടങ്ങിപ്പോവാനൊരു വസ്ത്രം പോലെ. വയ്യാണ്ടായിരിക്കണം കുട്ടിയെ, വയ്യാണ്ടായിരിക്കണം. വീട് പൊളിച്ചു കളഞ്ഞിട്ട് ഫ്ലാറ്റ് കിട്ടാൻ പോവാത്രേ. അതൊന്നും നടക്കില്ല മുത്തശ്ശി. അപ്പേട്ടൻ വന്നോട്ടെ. ഞാനല്ലേ പറയുന്നത്, നമ്മുടെ വീട് ആരും പൊളിക്കില്ല. ഞാൻ സമ്മതിക്കില്ല. അഡ്വാൻസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് അത്രേ. അത് തിരിച്ചു കൊടുത്താ പോരെ മുത്തശ്ശി? എത്രയായാലും ഞാൻ കൊടുക്കാം. എനിക്ക് ഉറങ്ങണം മോനെ. പരമേട്ടാ, ആ പെട്ടിയൊക്കെ ഇങ്ങ് എടുത്തോളൂ. വരൂ മുത്തശ്ശി, വരൂ വരൂ. മേനോനെ നീ വിവരം അറിയിക്കണം. അയാള് പരിഭ്രമിക്കണ്ട. മഴ പെയ്യുന്നുണ്ടോ? ഇല്ല മുത്തശ്ശി. എനിക്കങ്ങനെ തോന്നി. നീ അവളെ കാണാറുണ്ടോ? ആരെ? നമ്മുടെ സുധനെ. മുത്തശ്ശിയോട് പിണങ്ങി ആശ്രമത്തിൽ പോയി കഴിയുമല്ലേ? വയ്യാണ്ടായിരിക്കണം കുട്ടിയെ, വയ്യാണ്ടായിരിക്കണം. എനിക്ക് അവളെ ഒന്ന് കാണാതെ മോനെ. മുത്തശ്ശി ഞാൻ കൊണ്ടുപോവാം, ഞാൻ കൊണ്ടുപോവാം. എല്ലാരും ഒന്നിച്ചൊന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ യാത്ര പറയാൻ. അങ്ങനെ ഒന്നും പറയാൻ പാടില്ല മുത്തശ്ശി. കിടക്കൂ, കിടക്കൂ. അവള് അവിടെ ഇല്ല മുത്തശ്ശി, എവിടെയോ പോയിരിക്കേ.
കാണണ്ടെന്ന് പറഞ്ഞു അല്ലേ? അമ്മയുടെ അമ്മയ്ക്കായി ഇത്തോടത്തെ ജ്ഞാനപീഠ അവാർഡ്. ഇത് കളക്ടർ മിസ്റ്റർ തോമസ് സക്രിയ. അനിയൻകുട്ടി എവിടെ? ഞാൻ വന്നു. അണ്ണാ, മുത്തശ്ശിക്കാണ് ഇത്തവണത്തെ ജ്ഞാനപീഠ അവാർഡ്. ആണോ? അച്ഛാ, അതേ മോനെ. മുത്തശ്ശി, മുത്തശ്ശി, അച്ഛാ, മുത്തശ്ശി, മെസ്സേജ് എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. അപ്പേട്ടന് എന്തോ പറ്റിയിട്ടുണ്ട് അച്ഛാ. അണ്ണാ, ഒരു മിനിറ്റ്, ഒരു അത്യാവശ്യം. ചിത ഒരുക്കാൻ പോയതെല്ലാം തടഞ്ഞു വെച്ചിരിക്കുക. തടഞ്ഞു വെച്ചിരിക്കുന്ന ആരെ? ഏട്ടൻ തമ്പുരാൻ ഫ്ലാറ്റ് കെട്ടാൻ അഡ്വാൻസ് വാങ്ങിച്ചിട്ടുണ്ടത്രേ. അനന്തരാമനാ പറഞ്ഞത്. അവിടെ ചിത ഒരുക്കാൻ പറ്റില്ല എന്ന്. ആ ബോട്ട് കോൺട്രാക്ടർ വിക്ടർ രാജിന്റെ ആൾക്കാരും ഉണ്ട്. വിവരം ഇവിടെ ഒന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി. അതുകൊണ്ട് ഞങ്ങൾ ബാങ്കിൽ പോയില്ല. വഴക്കിനൊന്നും പോകണ്ട, എല്ലാം പോലീസ് വന്ന് തീരുമാനിക്കട്ടെ. അത് മതി അനിയൻ കുഞ്ഞ്, അത് മതി. അതെ, പോലീസ് വരട്ടെ. മഹാരാഷ്ട്ര ബിൽഡേഴ്സിൽ നിന്നും 10 ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങി ഫ്ലാറ്റ് കെട്ടാൻ സമ്മതിച്ച് തന്റെ ജ്യേഷ്ഠൻ രാമവർമ്മ ഒപ്പിട്ട് തന്ന എഗ്രിമെന്റ് ആണിത്. തന്റെ മുത്തച്ഛിയെ ശവം കത്തിച്ച് കളയാനുള്ള പ്രോപ്പർട്ടി അല്ലത്. ഇവിടെ ഫ്ലാറ്റാണ് ഞങ്ങൾക്ക് പണിയേണ്ടത്. ചത്തുപോയ കിളവിക്ക് സ്മാരകമല്ല. എന്ത് പറഞ്ഞടാ? എനിക്ക് ജീവനുണ്ടെങ്കിൽ എന്റെ മുത്തച്ഛി ഇവിടെ സംസ്കരിക്കടാ.
എവിടെ പറയടാ, എന്റെ ചേട്ടൻ എവിടെയാണ്? എന്റെ അപ്പേട്ടനവിടെ പറയാൻ പറ്റില്ലേ? ഇവനറിയാം എന്റെ അപ്പേട്ടൻ എവിടെ ഉണ്ടെന്ന്. കർമ്മം ചെയ്യാൻ എനിക്ക് എന്റെ അപ്പേട്ടൻ വേണം. മുരുക, ഈ വണ്ടിയും ക്രെയിനൊക്കെ എടുത്ത് മാറ്റടാ. വയ്യാണ്ടായിരിക്കുന്ന കുട്ടിയെ വീട് പൊളിച്ച് കളഞ്ഞിട്ട് ഫ്ലാറ്റ് കെട്ടാൻ പോത്രേ. മോളെ സുധു, മോളെ സുധു, മോളെ മോളെ മുരുക, അതങ്ങ് കൊടുത്തേക്ക്. 10 ലക്ഷം രൂപയല്ലേ അപ്പേട്ടൻ അഡ്വാൻസ് വാങ്ങിച്ചത്? 20 ലക്ഷം തിരിച്ചു കൊടുത്തേക്ക്. നമ്മുടെ മുത്തശ്ശിയെ നമ്മുടെ സ്വന്തം മണ്ണി സംസ്കരിക്കണം. മഴ പെയ്യുന്നുണ്ടോ മോനെ? എനിക്കങ്ങനെ തോന്നി. നീ അവളെ കാണാറുണ്ടോ?
തളത്തിലിരുന്ന് ഇതുപോലെ തന്നെ ഇരിക്കുകയായിരുന്നു നമ്മുടെ മുത്തശ്ശി. യാത്ര പറയാൻ പോലും നമുക്കൊന്നിച്ച് നിന്നു കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ അപ്പേട്ട. എഴുത്തുപുരയിലെ അനിയൻകുട്ടൻ ആൽക്കഹോൾ രാജാവായത്, കാശുണ്ടാക്കിയത്, പത്രം പിടിച്ചെടുത്തത് എനിക്ക് ജയിക്കാനല്ല, നമ്മുടെ മുത്തശ്ശിയെ ജയിപ്പിക്കാനാ. എരിഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ മുത്തശ്ശിയുടെ ശരീരം സാക്ഷി നിർത്തി ഞാൻ പറയാ, എഴുത്തുപുര വീട്ടിലെ ആരും ഈ വീട് വിട്ടിറങ്ങിപ്പോവാൻ പാടില്ല. ഞാൻ സമ്മതിക്കില്ല. പോകില്ല, പോകാൻ ഞാൻ സമ്മതിക്കില്ല. കാവി കൊണ്ട് മനസ്സ് മൂടാൻ നോക്കാതെ സുധു, നീ നിൽക്കുന്നത് നിന്റെ അനിയൻ ചേട്ടന്റെ മുമ്പിലാ. അല്ലാന്ന് പറയാൻ പറ്റുമോ നിനക്ക്? പറ്റുമോ സുധു? Ha 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 ha!